വളാഞ്ചേരി ടൗണിന്റെ 200 മീറ്റർ ചുറ്റളവിൽ പെരിന്തൽമണ്ണ റോഡിൽ കാണുന്ന കാഴ്ചകളാണിത്. ടൗണിന്റെ 200 മീറ്റർ പരിധിക്കുള്ളിലാണ് ഈ കാഴ്ചകളെന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. കുറ്റിക്കാടുകൾക്കുള്ളിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ, സിറിഞ്ചുകൾ, ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പരിസരത്ത് നിലകൊള്ളുന്നത് പ്രശസ്തരായ ഡോക്ടർമാരും അവരുടെ സംവിധാനങ്ങളും. എന്നാൽ ഇതൊരു കാടാണ്. ഈ കാഴ്ചകളിൽ ഏറ്റവും പ്രസക്തം ഇതിന് പരിസരങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ 1 കിലോ കഞ്ചാവ് സഹിതം പോലീസ് പിടികൂടിയത് ഇതിന്റെ സമീപത്ത് നിന്ന് തന്നെയാണ്. ഈ വാർത്തകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ജനകീയ ജാഗ്രതാ സമിതിയുടെ തിരച്ചിലിൽ കണ്ടെത്തിയ സിറിഞ്ചുകൾ ഉൾപ്പെടുന്നത്. ഇതിനിടെ 10ഓളം പേർക്ക് HIV ബാധയും വളാഞ്ചേരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച 9 പേരിൽ 6 മലയാളികളും 3 ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടുന്നു. ഇതിലേറെയും സുഹൃത്തുക്കളാണ്. ആരോഗ്യവകുപ്പ് നടത്തിയ സർവേയിലാണ് ഒരാൾക്ക് HIV ബാധയുള്ളതായി കണ്ടെത്തിയത്. പിന്നീട് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് 9 പേർക്ക് രോഗമുള്ളതായി സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചതിനെ തുടർന്നാണ് സുഹൃത്തുക്കൾക്കിടയിൽ രോഗം പകരുന്നത് എന്ന് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടതിൽ 9 പേരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും ഇതിൽ പലരും വിവാഹിതരാണെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് രോഗം പകർന്നു എന്ന് കണ്ടെത്താൻ പരിശോധന നടത്തിവരികയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ലഹരി വിപണനം ശക്തമായി കൊണ്ടിരിക്കുന്നു. ജാഗ്രതാ സമിതികൾ രൂപം കൊള്ളുകയും വിവിധ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുതിയ വാർത്തകൾ ഏറെ ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് 3 മാക്സ് ലൈവ്.